സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൃത്യവും വ്യക്തവുമായ വ്യാഖ്യാനങ്ങളും അവിടുത്തെ നടപടിക്രമങ്ങളും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മാനവ സമൂഹത്തിന് പരലോകത്ത് മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും. ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്, അഥവാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുകയും അതിന് നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ അധ്യാപനങ്ങളെയും വിവരണങ്ങളെയും ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നല്ലവരായ മുൻഗാമികളുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് മുസ്ലിം സമുദായത്തിന് എന്നും സന്തോഷത്തിന് വക നൽകുന്ന കാര്യമായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു അടിസ്ഥാനപരമായ പാതയിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലക്കുള്ള ആശയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃതികളിൽപ്പെട്ട മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന കൃതിയിൽ അതിന്റെ 400-ാം വാർഷികം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മാനവമോചനത്തിന് തടസ്സമായ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണതെന്നും, ജനങ്ങളെ നിങ്ങളത് പാടരുത്, അതിലടങ്ങിയത് വിശ്വസിക്കരുത്, അത് നമ്മുടെ ഈമാനിനെ ദുർബലമാക്കും, നശിപ്പിച്ചു കളയും എന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണ് നാം ഈ പ്രഭാഷണ പരിപാടി, അതല്ലെങ്കിൽ നമ്മുടെ ഈ പഠന ക്ലാസ് തുടർച്ചയായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദീനിൽ അതിന് നിരക്കാത്ത ആശയങ്ങളാണ് മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ മദ്ഹ് ചെയ്യാനെന്ന പേരിൽ, പ്രശംസിക്കാനെന്ന പേരിൽ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഈ കൃതിയുടെ അകത്തുള്ളത് എന്ന് നമ്മുടെ ഏതാനും ക്ലാസുകളിലെ വിവരണങ്ങൾ കൊണ്ട് തന്നെ എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ ഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. എന്നാലും വിശദമായി ഇനിയും ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പരാമർശിക്കാനും അറിയാനുമുണ്ട്. എന്തിനു വേണ്ടി എന്ന് എന്റെ മാന്യരായ ശ്രോതാക്കൾ ഗ്രഹിക്കണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കൃതിയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വിമർശിക്കുക എന്ന ഒരു ഏക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല. നമ്മുടെ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഇത് സത്യസമ്പൂർണമാണെന്നും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ, ഹദീസുകളിൽ പറഞ്ഞ ആശയങ്ങളെ ഈ മാലയിലുള്ളൂ എന്നും അതിന് നിരക്കാത്തതൊന്നും ഈ കൃതിയിൽ ഇല്ല എന്നും വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് പാവങ്ങൾ, ശുദ്ധന്മാർ ഇഖ്ലാസോടുകൂടി ഇത് പാരായണം ചെയ്യുകയും അവരുടെ വീട്ടിൽ മുസ്ലിയാക്കന്മാരെ വിളിച്ചു വരുത്തി ചൊല്ലിപ്പിക്കുകയും അതൊരു വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കറിഞ്ഞുകൂടാ അതിനകത്തുള്ള ആശയങ്ങൾ എന്താണെന്ന്, എന്താണ് ആ വരികളിൽ അടങ്ങിയ വിഷലിപ്തമായ ചരിത്രങ്ങൾ എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് സഹോദരങ്ങളെ നാം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മവകന്മാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മോടൊപ്പം നാം സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരൊരിക്കലും കത്തിയാളുന്ന നരകത്തീയിൽ ഇത് സംബന്ധമായി അജ്ഞത കൊണ്ടൊരിക്കലും ചെന്നു ചാടാൻ ഇടവരരുതേ എന്ന കൃത്യമായ പ്രാർത്ഥനയും ആ ഒരു ഇഖ്ലാസും ആ ഒരു ആത്മാർത്ഥതയും മുൻനിർത്തിക്കൊണ്ടാണ് നാം ചില കാര്യങ്ങൾ ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുതരുന്നത്. നാം മനസ്സിലാക്കണം, ഒരുപാട് ആളുകൾ നാം ഈ വിചാരിക്കുന്നത് പോലെയല്ല. ഇതൊക്കെ സത്യസമ്പൂർണമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേദവാക്യങ്ങളെ പോലെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കും നമുക്കെല്ലാവർക്കും
നേരിന്റെ പാതയിൽ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യുവാനുള്ള സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ അവസരത്തിൽ ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയും ഉണർത്തുകയാണ്. മഹാനായ ശൈഖ് ജീലാനിയെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ എന്ന് പറയുന്ന മർത്തബയേക്കാളപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രത്യേകതകളായ സിഫത്തുകളിലേക്ക്, അവന്റെ ഗുണങ്ങളിലേക്ക് ഉയർത്തുന്ന വരികളാണ് മാലപ്പാട്ടിനകത്തുള്ളത് എന്ന് പലതും നാം ഇതിനകം വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, നാം സാധാരണ കേൾക്കാറുള്ള ഒരു വരിയാണ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ശൈഖ് ജീലാനിയെ ആദരവോടുകൂടി മുരീദുമാർ പാടിപ്പുകഴ്ത്തുന്ന ഒരു ഈരടിയാണത്. എന്താണ് അതിലെ ആശയം? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ, ഒരു കുപ്പിയിൽ ഒരു ദ്രാവകം നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ നഗ്നമായ ദൃഷ്ടികൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിയും പോലെ നിങ്ങളുടെ ഖൽബിന്റെ അകത്തുള്ളവ എനിക്ക് കാണാൻ കഴിയുമെന്ന് ശൈഖ് ജീലാനി അവകാശപ്പെട്ടു പോലും. അതേപോലെ തന്നെ കണ്ണിൽ കാണാത്തതും ഖൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത്, ഖൽബിന്റെ അകത്തുള്ളത്, അതൊക്കെ കണ്ണുകൊണ്ട് കണ്ട പോലെ അങ്ങ് കാട്ടിപ്പറയും എന്നാണ് ഈ വരികളിലൂടെ ശൈഖിന്റെ പേരിൽ ഖാദി മുഹമ്മദ് കെട്ടിവെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, ഇതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്ന നിലക്കാണ് ഈ ഗ്രന്ഥകാരൻ, ഈ മാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള വ്യക്തി ഇതിനെ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ആളുകൾക്ക് ഈ പറഞ്ഞത് അതുപോലെ തന്നെയാണോ, അതോ ഒരു ആലങ്കാരിക പ്രയോഗമാണോ എന്നൊക്കെ സംശയം തോന്നാതിരിക്കാൻ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. കുപ്പിയിലെ വസ്തുവെ പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യം എനിക്ക് കാണാൻ സാധിക്കും എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ജനങ്ങളെ ഞാൻ നിങ്ങളുടെ ഖൽബകം കാണുന്നയാളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നു എന്ന് അവിടുന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തന്റെ പിന്നിൽ നിസ്കരിക്കുന്ന മഅ്മൂമികളോട് പറയുകയുണ്ടായി, നിങ്ങൾ നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ നമസ്കാരത്തിൽ സഫുകൾ ശരിപ്പെടുത്തണം, നിങ്ങൾ നമസ്കാരത്തിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ മുറപ്രകാരം ചെയ്യണം, നിങ്ങളുടെ ഖുശൂഅ് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാ നിസ്കരിക്കുന്ന അവസരത്തിലുള്ള കാര്യത്തിലേക്ക് ബാധകമാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരിക്കൽ പോലും സഹാബിമാരെ വിളിച്ചുകൊണ്ട്, ഓ സഹാബിമാരെ, കണ്ണിൽ കാണാത്തതും ഖൽബകത്തുള്ളതുമൊക്കെ കണ്ണുകൊണ്ട് കണ്ട പോലെ പറയാൻ എനിക്ക് കഴിയും, അതല്ലെങ്കിൽ കുപ്പിയകത്തുള്ള വസ്തുവെ പോലെ ഞാൻ നിങ്ങളുടെ ഖൽബകം കാണുന്നുണ്ട് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ടില്ല. മറിച്ച് അവിടുത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് കേസുമായി വരുന്ന വാദിയും പ്രതിയും ഭൂമി തർക്കത്തിന്റെ പേരിലും മറ്റുള്ള പല തർക്കത്തിന്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോടതിയിലേക്ക് വരികയാണ്. അന്ന് മദീനത്തെ പള്ളി കോടതി കൂടിയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഖാദിയാണ്, ജഡ്ജിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ വന്നുകൊണ്ട് ആവലാദികൾ ബോധിപ്പിക്കുകയാണ്. ആ വ്യക്തികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഭൂമി മറ്റൊരാൾ കയ്യേറിയിരിക്കുന്നു എന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള തർക്കവുമായി വന്നു പറയുന്നു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ജനങ്ങളെ, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് വാചാലമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ടാകും. പറയുന്നതൊരു പക്ഷേ നുണയായിരിക്കും, നേരായിരിക്കും. ഞാൻ വിചാരിക്കും ഒരാളുടെ വാചാലത കണ്ടിട്ട് കാര്യങ്ങൾ സമർത്ഥിക്കാനുള്ള കഴിവ് കേൾക്കുമ്പോ ഞാനൊരു പക്ഷേ വിചാരിക്കും അവന് പറയുന്നതാണ് നേരെന്ന്. അവൻ പറയുന്നത് കളവായിരിക്കും, പക്ഷേ അവൻ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്സിബു, ഞാൻ വിചാരിക്കും
വിചാരിക്കും അന്നഹു സ്വാദിഖുൻ, ആ പറയുന്ന മനുഷ്യൻ നേരാണ് പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ അവന് അനുകൂലമായിട്ട് ചിലപ്പോ ചില കാര്യങ്ങൾ വിധിച്ചു കൊടുക്കും. അങ്ങനെ ആർക്കെങ്കിലും അനർഹമായി മറ്റൊരാളുടെ ഭൂമി അവകാശപ്പെടാത്തത് എന്റെ വിധി കാരണം പതിച്ചു കിട്ടിയെങ്കിൽ അവൻ ഭയപ്പെട്ടു കൊള്ളട്ടെ, നരകത്തിയുടെ ഒരു ഖിത്അത്താണ്, ഒരു കഷ്ടമാണ് എന്റെ വിധിയിലൂടെ അവൻ നേടിയെടുത്തു പോകുന്നത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് കളവ് പറയല്ല, സത്യമേ സംസാരിക്കാവൂ ജനങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട്, അതുപോലെ തന്നെ കേസുമായി വരുന്ന കക്ഷികളോട് പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുത്തതായി നമുക്ക് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും കാണാം. എന്താ ഇവിടുത്തെ പ്രശ്നം? സത്യവും അസത്യവുമായിട്ടായിരിക്കും കക്ഷികൾ വരുന്നത്. ഒരാൾ പറയുന്നത് നേരുണ്ടാകൂ, ഒരാൾ പറയുന്നത് കളവായിരിക്കും. എന്തായാലും അവന്റെ ഭൂമി കയ്യേറി എന്നാണ് ഒരാളുടെ വാദം, മറ്റേയാൾ പറയുന്നു ഞാൻ കയ്യേറിയിട്ടില്ല. രണ്ടാലൊന്നും അവിടെ നടന്നിട്ടുണ്ട്. ഒരാളുടെ വാദം എന്തായാലും സത്യമാണ്, ഒരാളുടെ ശരിയാണ്. രണ്ടാളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് റസൂലുള്ള അവരുടെ നെഞ്ചിലേക്ക് നോക്കുന്ന നിലക്ക് അവരുടെ നിൽപ്പുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത് കാണാൻ മഹാനായ മുത്ത് റസൂലിന് വരെ സാധിക്കുന്നില്ല. അതുകൊണ്ടാ അവിടുന്ന് പറയുന്നത്, കക്ഷികളെ, നിങ്ങൾ എന്റെ മുമ്പിൽ അന്ന് തർക്കിക്കുകയാണല്ലേ. തർക്കിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ സത്യമുണ്ട്, ഒരാളുടെ ഹൃദയത്തിൽ കളവുമുണ്ട്. ആരാണ് നേര് പറഞ്ഞത്, ആരാണ് നുണ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. കാരണം അനബശറുൻ, ഞാനൊരു മനുഷ്യനാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യം വാചാലമായിട്ട് ആരെങ്കിലും സമർത്ഥിക്കുമ്പോ ആ സമർത്ഥനം കേട്ടിട്ട് അതായിരിക്കും ശരി എന്ന് ധരിച്ചിട്ട് ആർക്കെങ്കിലും ഞാൻ അനുകൂലമായി അനർഹമായ നിലക്ക് മറ്റൊരാളുടെ ഭൂമി പതിച്ചു കിട്ടിയെങ്കിൽ അത് നരകത്തിയുടെ കഷ്ടമാണ് അവൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവൻ സന്തോഷിക്കുകയൊന്നും വേണ്ട, എന്റെ കോടതിയിൽ രക്ഷപ്പെട്ടേക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ രഹസ്യ പരസ്യങ്ങൾ അറിവോരെ അറിയാവുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനാവില്ല കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇതാണ് നബി തങ്ങളുടെ സമ്പ്രദായം, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം. അവിടത്തേക്ക് കൽബകം വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടത്തേക്ക് ഹൃദയ രഹസ്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ടല്ലേ 10-60ഓളം പണ്ഡിതന്മാരെ കളവ് പറഞ്ഞുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിദൂര ദേശത്ത് നിന്ന് ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, മുഹമ്മദ് നബിയേ, ഞങ്ങളുടെ നാട്ടിൽ ഈ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള കുറെ ആളുകളുണ്ട്, പക്ഷേ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പണ്ഡിതന്മാരെ കിട്ടാനില്ല. അതുകൊണ്ട് നബിയേ, ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു തന്നാൽ അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ സൗകര്യമായിരുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ദീൻ പ്രചരിക്കുക എന്ന് കേട്ടാൽ അവിടുത്തേക്കുള്ള സന്തോഷത്തിന് അതിരുണ്ടോ? ദീനൊരു നാട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോ, ദീനൊരു നാട്ടിൽ വളരുന്നു എന്ന് കേൾക്കുമ്പോ അവിടുത്തേക്കുണ്ടാകുന്ന സന്തോഷത്തിന് പരിധി ഉണ്ടാകുമോ? കാരണം ദീന് പ്രചരിപ്പിക്കാനല്ലേ അവിടുന്ന് നിയുക്തനായത്. അങ്ങനെ നബി തങ്ങളുടെ മുമ്പിൽ അന്ന് ശത്രുക്കൾ കള്ളം പറഞ്ഞതാണ്. വാസ്തവത്തിൽ അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. 60ഓളം പണ്ഡിതന്മാരെ തട്ടിക്കൊണ്ടുപോകണം, നിഷ്കരുണം കൊന്നുകളയണം എന്ന് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാ മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് ഈ കള്ളം പറയുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയോടുകൂടി 60ഓളം പണ്ഡിതന്മാരെ പറഞ്ഞയച്ചു കൊടുക്കുന്നു. എന്തിനെന്നോ, ഈ പറഞ്ഞ ആളുകളുടെ നാട്ടിൽ പോയിട്ട് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ അതിന്റെ ആ വശങ്ങളൊന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ആലിമീങ്ങളെ, ഖാരിഈങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു കൊടുക്കുന്നു. ഈ ശത്രുവിന്റെ മനസ്സിലുള്ള രഹസ്യം എന്താണ്? മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് ഇത് പറഞ്ഞാലേ ഖാരിഈങ്ങളെ കിട്ടുകയുള്ളൂ. അതും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞില്ലേ, നിഷ്കരുണം ഈ സഹാബിമാരെ വധിച്ചു കളഞ്ഞില്ലേ? പറയൂ സഹോദരാ, ഈ മാല പാടുന്നത് വിശുദ്ധ ഖുർആൻ പോലെയാണെന്നും ഈ മാലയിൽ പറയുന്ന ആശയങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളോട് 100% പൊരുത്തപ്പെട്ടതാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരുണ്ടാകില്ലേ? ചിന്തിച്ചു നോക്കൂ, അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കൂ. മഹാനായ നമ്മുടെ മുത്ത് നേതാവ്, ആ നേതാവിന്റെ മുമ്പിൽ ഇതാ കള്ളം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ
ശത്രുക്കൾ വന്നുകൊണ്ട് പണ്ഡിതന്മാരെ ആവശ്യപ്പെട്ടപ്പോ റസൂലുള്ളാഹി വിട്ടുകൊടുത്തില്ലേ? തന്റെ അനുയായികളെ ഈ രഹസ്യം അറിയാമായിരുന്നിട്ടും കൊലക്ക് കൊടുത്തതാണോ മുത്തുനബി? അങ്ങനെ ചിന്തിക്കാൻ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് അർഹതയുണ്ടോ? ഇത് ചിന്തിക്കണ്ടേ നമ്മൾ? കാരുണ്യത്തിന്റെ പ്രവാചകനായ വാത്സല്യനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 60 ശിഷ്യന്മാരെ പോയിട്ട് ഒരു ശിഷ്യനെങ്കിലും കൊലക്കത്തിക്കിരയാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുമോ? അതറിഞ്ഞിട്ടില്ല നബിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് ഈ പണ്ഡിതന്മാരെ കൊണ്ടുപോകുന്നത് ഇസ്ലാം പ്രചരിപ്പിക്കാനാ, ഇസ്ലാം മനസ്സിലാക്കാനാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ റസൂലുള്ള വിട്ടുകൊടുക്കുന്നത്. അതേ അവസരത്തിൽ ആ വന്നവരുടെ കൽബകം വായിക്കാൻ മുത്തുനബിക്ക് സാധിച്ചില്ലെന്ന് നമ്മൾ പറയുമ്പോ, നമ്മൾ വിശ്വസിക്കുമ്പോ മാലക്കാരൻ അവകാശപ്പെടുന്നത് എന്ത്? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി. കുപ്പിയകത്തുള്ള ദ്രാവകം കാണും പോലെ നിങ്ങളുടെ കൽബകം ഞാൻ കാണുന്നു. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയിട്ടില്ലാത്തൊരു മഹത്വം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കാനാകുമോ സഹോദരാ? പറയൂ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ പരലോകത്തിന്റെ കേസല്ലേ? ഇത് നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? ആഖിറത്തിൽ ഈ വാശിയും വീറുമൊക്കെ അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഒന്നായി പോയി നിൽക്കുമ്പോ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ നിന്ന്, ഈ ആശയങ്ങളിൽ നിന്ന് ജനങ്ങളെ മറ്റൊരു വഴിത്താരയിലേക്ക് കൊണ്ടുപോയ ബിദ്അത്തിന്റെ കക്ഷികളെ പിറകോട്ട് മാറിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ തബിയല്ലു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചില മുഖങ്ങൾ അന്ന് വെളുത്തു തുടുക്കുന്നതാണ്, അത് സുന്നത്ത് ജമാഅത്തുകാരുടെ മുഖമാണ്. അതേ അവസരത്തിൽ വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ പരലോകത്ത് കറുത്തിരുളുന്നതാണ്. അതാരാ? അഹ്ലുൽ ബിദ്അത്തി, അത് ബിദ്അത്തിന്റെ കക്ഷികളായ ആളുകളാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത ഈ വിശ്വാസമാണ് ശൈഖ് അവറുകളെ സംബന്ധിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പറയൂ സഹോദരായി, നമുക്ക് പാടൽ അനുവദനീയമാണോ? ഇത് നമ്മുടെ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നതാണോ? എത്ര കൃത്യമായിട്ടാ വിശദീകരിച്ചത്. ഇയാൾ വിശദീകരിക്കുന്നത് കേട്ടോളൂ. ഹൃദയത്തിലെ രഹസ്യം എനിക്ക് കാണാൻ സാധിക്കും എന്നതിനർത്ഥം ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നോ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും എന്നോ ആകാം, രണ്ടും കൂടെയുമാകാം. എന്തായാലും പ്രശ്നമില്ല എന്നാണ്. ആർക്കും ഒരു തെറ്റിദ്ധാരണ തോന്നണ്ടാണ്. അദ്ദേഹം പറയാണ്, ഹൃദയത്തിലെ രഹസ്യം എനിക്ക് കാണാൻ സാധിക്കും എന്ന് ശൈഖ് ജീലാനി പറഞ്ഞത് ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നോ, അതായത് കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല ഹൃദയത്തിന്റെ അകം, എന്നാലും അതിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും എന്നോ, അതല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും എന്നോ ആകാം, രണ്ടും കൂടെയുമാകാം. കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും, കാര്യങ്ങൾ അറിയുകയും ചെയ്യും എന്നും ആകാം. ഇനിയും ഇദ്ദേഹം വിശദീകരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾഭാഗം എനിക്ക് കാണാൻ സാധിക്കും എന്ന ശൈഖിന്റെ വാക്കിൽ നിങ്ങളുടെ എന്നാൽ ആരുടെ? അതൊരു ചോദ്യമാണ്. ആരുടെയൊക്കെ കാണാൻ സാധിക്കും? ഇതത്ര വലിയ ഒരു പ്രശ്നമൊന്നുമല്ല. വിശദീകരിക്കാണ്, ഇതത്ര വലിയ ഒരു പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ എന്നതുകൊണ്ട് ഉദ്ദേശം ശൈഖുമായി എപ്പോഴും മാനസികമായി ബന്ധപ്പെടുന്ന മുരീദുമാരാകാം, മൊത്തം സമുദായവുമാകാം, രണ്ടും കൂടിയുമാകാം. ആരൊക്കെ പെടും? ഒന്നുകിൽ എപ്പോഴും ശൈഖുമായി മാനസിക ബന്ധം പുലർത്തുന്ന ഖാദിരിയ തരീഖത്തുകാരന്റെ മുരീദുമാരാകാം, അതല്ലെങ്കിൽ മൊത്തം സമുദായമാകാം, രണ്ടും കൂടിയുമാകാം. എല്ലാവരെയും കാണും, കേൾക്കും, അറിയും എന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും ഒരു കക്ഷി വഴക്ക് നിലനിർത്തേണ്ട പ്രശ്നമായിരുന്നില്ല. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ കലാമിലൂടെ തീരേണ്ട പ്രശ്നമായിരുന്നു, ഹദീസുകളിലൂടെ തീരേണ്ട പ്രശ്നമായിരുന്നു. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അതല്ലെങ്കിൽ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കേസുമായി വരുന്ന കക്ഷികളുടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിൽ പലപ്പോഴും അത് അറിഞ്ഞിട്ട് തന്നെ ഒരു അറിയായ്മ എന്ന നാടകീയത അഭിനയിച്ചുകൊണ്ട് അവിടുന്ന് വിധിക്കാറായിരുന്നുവോ? മഅദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. നമുക്കങ്ങനെ ചിന്തിക്കാനേ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് 10-60ഓളം പണ്ഡിതന്മാരെ വിട്ടുകൊടുക്കുമ്പോ എന്റെ അനുചരന്മാരെ ഇവർ കൊണ്ടുപോയി വഴിയിൽ വെച്ച് ചതിച്ച് കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന രഹസ്യം മുത്തുനബി അറിഞ്ഞിട്ട് വിട്ടുകൊടുത്തതാണ് എന്ന് ഒരു ഇസ്ലാമിക മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ നേതാവിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുമോ? ഈ സമുദായത്തിലെ ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെടുന്നത്, ഈ ഉമ്മത്തിന് വേദനയേൽക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹിക്കാനാകുമായിരുന്നില്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അവിടത്തേക്ക് വലിയ പ്രയാസമായിരുന്നു. ഹരീസുൻ അലൈക്കും, ഓ മുസ്ലിം സമുദായമേ, നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ആഗ്രഹമുള്ള വ്യക്തിയാണ്, നന്നാവണം എല്ലാവരും, ആരും അപകടത്തിൽ പെടരുത്. ആ നിലക്കുള്ള വാത്സല്യനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തതാണെന്ന് വിശ്വസിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുമോ? ഒന്നുകിൽ അസംഭവം തെറ്റാണെന്ന് പറയണം, അതല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയണം. വിശ്വാസി ഏത് തെരഞ്ഞെടുക്കണമെന്ന് അള്ളാഹു തന്നിട്ടുള്ള ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് കരണീയമായിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം തന്നെയാണ്. തീർച്ച അത് മാത്രമാണ് ശരി എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതാണ് വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം, കൺകൂടാവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവറി. കണ്ണെത്തുന്ന അകലത്ത് പേരെഴുതാവുന്ന അത്രയും മുരീദുകളുള്ള ശൈഖവറുകൾക്ക് മുഴുവൻ മുരീദുമാരെയും സ്വർഗത്തിൽ കടത്താനുള്ള അധികാരം അല്ലാഹു കൊടുത്തു. സർവ്വമുരീദ് ഒന്നൊഴിയില്ല, സർവ്വമുരീദുമാരെയും സ്വർഗത്തിൽ കടത്താനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയണേ, ആ അധികാരങ്ങാനും പരലോകത്ത് പടച്ചോ എനിക്ക് തന്നില്ലെങ്കിൽ, ആ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ കിട്ടിയേ ഞാൻ മടങ്ങൂന്നാണ്. നിങ്ങൾ നോക്കൂ അടുത്ത വരി, എന്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എന്റെ കാലെന്നും പോരിക്കേനാരെന്നോവറി. എന്റെ മുരീദുകൾ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുമെങ്കിലല്ലാതെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുന്നതല്ല. എന്റെ മുഴുവൻ മുരീദുമാരെയും എന്റെ കൂടെ സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തും എന്ന് വാക്ക് തന്നാലല്ലാതെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുന്നതല്ല എന്ന് ശൈഖ് അവറുകൾ അവകാശപ്പെടുന്നു എന്നാണ്. സഹോദര, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിലാ, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിലാ. ആർക്കൊക്കെയായി അവിടുന്ന് സ്വർഗമുണ്ടെന്ന് സുവിശേഷം പറഞ്ഞത്? പ്രത്യേകിച്ച് 10 ആളുകൾക്കാണ് അവിടുന്ന് പറഞ്ഞത്. അശറത്തുൽ മുബശ്ശിരീൻ, 10 ആളുകൾ, മഹാന്മാരായ സഹാബിമാർ. മഹാന്മാരായ ആ സഹാബിമാര് ജീവിച്ച പാതയിലൂടെ അല്ലാഹു നമ്മയും അവരുടെ ചാരത്തണയക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്തരത്തിലുള്ള ബഹുമാന്യരായ സഹാബിമാർ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പേരെടുത്ത് ആശംസ പറഞ്ഞതാണ് ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹ. അവർ സ്വർഗീയ സ്ത്രീകളുടെ സയ്യിദത്താണ്. അതേപോലെ തന്നെ മറിയം ബീവി, അതുപോലെ തന്നെ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് 2 ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചവരാണ് പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ ഉക്കാശത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വർഗത്തിലാണെന്ന് അവിടുന്ന് ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എണ്ണപ്പെടാവുന്ന ആളുകളെ പറ്റിയല്ലാതെ അവിടുന്ന് നിങ്ങൾക്കൊക്കെ സ്വർഗ്ഗം ഉറപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞില്ല. പക്ഷേ മാലയിലെ ശൈഖിനെ പറ്റി ശൈഖ് അവറുകൾ അങ്ങനെ അവകാശപ്പെട്ടയാളല്ല. പക്ഷേ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഈ മാലയിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് എല്ലാ ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് കിട്ടിയിട്ടേ അള്ളാഹുടെ സന്നിധിയിൽ നിന്നാണ് പുറത്തേക്ക് പോരുള്ളൂ. എല്ലാരെയാണ് കടത്തുമെങ്കിൽ അല്ലാതെ എന്റെ കാല് പൊരിക്കൂലാന്നാ പറയുന്നത്. എന്റെ കാൽ എന്നും പൊരിക്കേനതെന്നോവർ, കാലാണ് വലിക്കൂല, അവിടെ നിന്നാണ് കിട്ടിയാലല്ലാതെ പോരൂല എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുസ്ലിമേ, മുഅ്മിനേ, സഹോദര സഹോദരി, ഇത് നമുക്ക് വിശ്വസിക്കാനാകുന്നതാണോ? ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണോ? ഇനിയും നോക്കൂ നിങ്ങൾ, ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താ അവിടുന്ന് പറഞ്ഞത്? ഉണർച്ചയിലുണ്ടാകാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കീനാവാക്കി കാട്ടിക്കളഞ്ഞോവറി. ഉണർച്ചയിലുണ്ടാകാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കളഞ്ഞോവർ. ഇനി നോക്കൂ, അതിന് നൽകുന്ന വിശദീകരണത്തിൽ എന്താ പറയുന്നത്?
എന്താണ് അതിന്റെ വിശദീകരണം നൽകുന്നത് നോക്കൂ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി പറയുകയാണ്, ഗൗസുൽ അഅ്ളമിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവർ ആരായാലും അവരെ അദ്ദേഹം രക്ഷിക്കും എന്നാണ്. അതിന്റെ ഉദാഹരണം പറയുന്നുവെന്ത്, ഗൗസുൽ അഅ്ളമിന്റെ ഒരു പരിചാരകൻ ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. ഒരു മുരീദ് ഒരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം? ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് ഒരു അന്യ സ്ത്രീയുമായി താൻ അവിഹിത വേഴ്ച നടത്തുന്നു. അങ്ങനെ അയാൾക്ക് സ്ഖലനമുണ്ടാവുകയും ഞെട്ടി ഉണരുകയും ചെയ്തു. വീണ്ടും ഉറങ്ങിയപ്പോൾ മറ്റൊരു സ്ത്രീയുമായി വേഴ്ച നടത്തുന്നതായി സ്വപ്നം കാണുകയും സ്ഖലനത്തോടെ ഞെട്ടി ഉണരുകയും ചെയ്തു. ഇങ്ങനെ 70 സുന്ദരികളുമായി വേഴ്ച നടത്തുന്നതായി ആ രാത്രിയിൽ അയാൾ സ്വപ്നം കണ്ടു. 70 പ്രാവശ്യവും സ്ഖലനത്തോടെ ഞെട്ടി ഉണരുകയും ഉണ്ടായി. ഇതിന്റെ രഹസ്യം എന്തെന്നറിയാതെ ശൈഖിന്റെ പരിചാരകൻ പരിഭ്രാന്തനായി. എന്താണ് ഇപ്പൊ ഒരു സംഭവം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ സംഭവം ശൈഖിനോട് പറയുന്നത് എങ്ങനെ? പറയാൻ നാണം. പറയാതിരുന്നാലാണെങ്കിൽ ഇതിന്റെ രഹസ്യം അറിയാനും പറ്റുകയില്ലല്ലോ. പരിചാരകൻ ധർമ്മസങ്കടത്തിലായി. അയാൾ നേരം പുലർന്നു, കുളിച്ചു, നിസ്കരിച്ച ശേഷം ശൈഖിന്റെ മുമ്പിൽ ഹാജരായി. ഒന്നും മിണ്ടാതെ തന്റെ മുമ്പിൽ വന്ന് തലതാഴ്ത്തി നിൽക്കുന്ന ശിഷ്യനെ നോക്കി ശൈഖ് ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? മൗനം. ഇയാളൊന്നും മിണ്ടുന്നില്ല. ശൈഖ് പുഞ്ചിരിച്ചുകൊണ്ട് അരുളി, നിനക്ക് പറയാൻ നാണമാകുന്നുവല്ലേ? എങ്കിൽ ഞാൻ തന്നെ പറയാം. ഇന്നലെ എനിക്ക് മുകാശഫയുണ്ടായപ്പോൾ നിന്നെപ്പറ്റി ലൗഹിൽ ഞാൻ വായിച്ചു. കേട്ടോ, ഇവർക്ക് കണ്ണെപ്പോഴും ലൗഹിലാണ്. ഞാൻ പറയല്ലേ, യാതൊരു നിലയും വരിയില്ലാത്ത സാധനമാണ് സൂഫികളുടെ അടിയിൽ ഈ ലൗഹ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറയാറില്ലേ, വില്ലേജ് ഓഫീസിൽ ആ നോട്ടീസ് ഇങ്ങനെ കീറിയതും കീറാത്തതൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടും ചതില് പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു മരപ്പലക ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റ് പോലും അല്ലാഹു റബ്ബുൽ ആലമീന്റെ ലൗഹുൽ മഹ്ഫൂദിൽ ഇവരുടെ ഒന്നും കിതാബുകളിൽ ഇല്ല. ഇവർക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണാം. നിങ്ങൾ നോക്കൂ, നിന്നെപ്പറ്റി ലൗഹിൽ ഞാൻ വായിച്ചു. ഞാൻ അങ്ങനെ ലൗഹിൽക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ലൗഹുൽ മഹ്ഫൂദ് എന്തായാലും ഞാൻ ശേഷം പറഞ്ഞു തരുന്നുണ്ട് എന്താ ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പൊ അതിൽ ഞാൻ വായിച്ചു. എന്താ വായിച്ചത്? ഇന്നിന്ന സ്ത്രീകളുമായി 70 തവണ നീ വ്യഭിചരിക്കുമെന്ന്. നിന്നെപ്പറ്റി അള്ളാഹുടെ വിധി അങ്ങനെ. ഈ 70 പെണ്ണുങ്ങളുമായിട്ട് വ്യഭിചാരം നടത്തും. വിധിയെ തടുക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്റെ ശിഷ്യന്റെ ഈ വിധി അവന്റെ സ്വപ്നത്തിലാക്കി തീർക്കണേ. അതാണ് ഇപ്പൊ അത് സംഭവിച്ചത്. സ്വപ്നത്തിലാക്കി തീർക്കണേ. അതാണ് നീ ഇന്നലെ സ്വപ്നത്തിൽ അനുഭവിച്ചത്. എന്റെ മുരീദുകളെ രക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് കേട്ട് ശിഷ്യൻ അത്ഭുത പരതന്ത്രനായി മിഴിച്ചു നിന്നുപോയി എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്. കണ്ടോ? അപ്പൊ എന്താ, ശൈഖ് മുരീദിന്റെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങള് എന്താണ് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി നോക്കുമ്പോ ഇങ്ങനെ ഒരു സംഗതി വരാണ്ട്, എന്റെ മുരീദിനെ ഞാൻ രക്ഷിക്കും. മുരീദിനെ കൊണ്ടൊരു തെറ്റ് ചെയ്യിപ്പിക്കുമ്പോ ഞാൻ അപ്പൊ പിടിക്കുന്നതാണ്. തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്താണ്, ഇപ്പൊ സംഗതി അള്ളാഹ് വിരിച്ചതല്ലേ, നടക്കാതിരിക്കാനും പറ്റൂല്ലോ. ഇപ്പൊ അതെന്താണ്, ഒരു പ്രതീകാത്മകമായ നിലക്ക് സംഗതിയാണ് നടക്കുക. അതെങ്ങനെയാ? അതൊരു സ്വപ്നത്തിൽ സംഗതികളൊക്കെ നടക്കട്ടെ, കാര്യമായിട്ട് നടക്കും വേണ്ട. അതാണ് ഉണർച്ചയിലുണ്ടാകാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കീനാവാക്കി കാട്ടി കളഞ്ഞോവർ. ഇനി എന്തായി ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ളതൊന്ന് കേട്ടോളി. ലൗഹുൽ മഹ്ഫൂദിനെ പറ്റി ഇദ്ദേഹം വിശദീകരിക്കാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവൂല. കേട്ടോളി. ഭാവിയെ സംബന്ധിച്ച വസ്തുനിഷ്ഠമായ വിധിയും വിവരണവും ഉൾക്കൊള്ളുന്ന ദിവ്യ സൂക്ഷ്മ ഫലകമാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ പറഞ്ഞ നേരാ, വളരെ കൃത്യമാണ്. ഭാവിയെ സംബന്ധിച്ച വസ്തുനിഷ്ഠമായ വിധിയും വിവരണവും ഉൾക്കൊള്ളുന്ന ദിവ്യ സൂക്ഷ്മ ഫലകമാണ് ലൗഹുൽ മഹ്ഫൂദ്. ഒരു ദൈവിന് കേട്ടോളൂ, ഇനി വ്യാഖ്യാനിച്ച് ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു ദൈവീക മഹാത്ഭുത കമ്പ്യൂട്ടറായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ സർവ്വ അജായിബുകളും കൂടി ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പ്യൂട്ടറായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. ഇനി അപ്പൊ ഈ കമ്പ്യൂട്ടർ എങ്ങനെ മനസ്സിലായാല് ആയിനാ പഠിക്കണം എന്ന് പറയുന്നത്?
ഈ കമ്പ്യൂട്ടർ സിസ്റ്റം പഠിച്ചവർക്കും അത് പഠിക്കാൻ കഴിയുന്നർത്ഥം. അള്ളാടെ ഈ അത്ഭുത കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ കഴിയുന്നേ, അതാ പറയുന്നത്. ഈ കമ്പ്യൂട്ടർ സിസ്റ്റം പഠിച്ചവർക്കും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവർക്കും ഇതിലെ അക്ഷരങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണും ഹൃദയവും ഉള്ളവർക്കും ഇത് ഉൾക്കൊള്ളാനും സാധിക്കും. കേട്ടോ, എന്താ പറഞ്ഞത്? ഈ കമ്പ്യൂട്ടർ സിസ്റ്റം പഠിച്ചവർക്കും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവർക്കും ഇതിലെ അക്ഷരങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണും ഹൃദയവും ഉള്ളവർക്കും ഇത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ തിരിയും, അവർക്കത് പ്രവചിക്കാനും സാധിക്കും. സാധാരണ ബോർഡിൽ വലുതാക്കി എഴുതിയത് പോലും അറിയാത്തവർ ഇവരുടെ കഴിവ് ചോദ്യം ചെയ്തെന്ന് വരും. നമുക്കിട്ടൊരു തട്ട, മനസ്സിലായില്ലേ? സാധാരണ ബോർഡും വരി വലുതാക്കി എഴുതിയ തന്നെ കാണാൻ കഴിയാത്തവന് ഇത് നിഷേധിക്കുന്നതിൽ വലിയ പ്രയാസം ഉണ്ടോന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. ഇവർക്ക് ഇതൊക്കെ കാണാനും പ്രവർത്തിപ്പിക്കാനും ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കാനും അതിനൊക്കെയുള്ള കഴിവ് വരെടുത്തുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽക്ക് നോക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഏതെല്ലാം കേസുമായി ആളുകൾ വരുന്നു, ഏതെല്ലാം മസ്അല തർക്കങ്ങളുമായി ആളുകൾ വരുന്നു, വിശുദ്ധ ഖുർആനിൽ കണ്ടിട്ടില്ലേ? യസ്അലൂനക യസ്അലൂനക എന്നിങ്ങനെ ആയത്തുകൾ കാണാം. നിന്നോടവർ ചോദിക്കുന്നു, നിന്നോടവർ ചോദിക്കുന്നു. ഒരിടത്ത് കാണാം യസ്അലൂനക അനിർ റൂഹ്, റൂഹ് എന്താണെന്ന് നിന്നോടവർ ചോദിക്കുന്നു. അപ്പൊ റൂഹ് എന്താ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞില്ല. അല്ലാഹ് അങ്ങ് വഹി കൊടുക്കുകയാണ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവ് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ, വിജ്ഞാനത്തിൽ നിന്ന് വളരെ കുറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. എല്ലാ ഇൽമും നൽകപ്പെട്ടോ? അറിവ് നൽകപ്പെട്ടോ? നൽകപ്പെട്ടത് തന്നെ തുച്ഛം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പലതും ചോദിക്കുമ്പോ അവിടുന്ന് തലതാഴ്ത്തിയിരിക്കുകയാണ്, മറുപടിയില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല. ആ അവസരത്തിലതാ ആ വിഷമം കണ്ടറിഞ്ഞുകൊണ്ട് മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മറുപടിയും നൽകുന്നു. അതല്ലാതെ ഏത് ചോദ്യം കിട്ടിയാലും ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് പറയുന്ന ഒരു സമ്പ്രദായം പുന്നാര റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇത് മനസ്സിലാക്കാതെ എത്രയോ പാവങ്ങൾ ഈ വരി ഇങ്ങനെ പാടുമ്പോ വിശ്വസിക്കുകയാണ്. അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവറി, എപ്പോഴും അവരെ കണ്ണ് ലൗഹിൽ മഹ്ഫൂദിലേക്കാണ്. അവിടെ അങ്ങനെ നോക്കി അവരിങ്ങനെ ആളും എപ്പോഴാ മരിക്കുക, എപ്പോഴാ ജീവിക്കുക, എന്താണ് എന്നൊക്കെ സംഗതികൾ അങ്ങനെ കൃത്യമാണ്. ഈ നിലക്കുള്ള വിശ്വാസത്തിലേക്കാ കൊണ്ടുപോകുന്നത്. ഇനിയും സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ ഇദ്ദേഹം അവകാശപ്പെടുന്ന ഒരു വാചകം എന്താണ്? ചത്തേ ചാകത്തീന് ജീവൻ നീടി ചോവറി, ചകുങ്കീലശത്തെ നന്നാക്കി വിട്ടോവറി. ശൈഖവറുകൾ ശവത്തിന് ജീവൻ നൽകുകയും സാധാരണഗതിയിൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന മാറാരോഗങ്ങൾ സുഖമാക്കുകയും ചെയ്തു. അതാണ് ചാകുങ്കിലശം. മനുഷ്യൻ ആ കലശം വന്നുപോയാൽ ചത്തുപോകും. അങ്ങനെയുള്ള മാറാത്ത വ്യാധികളിലെ അതൊക്കെ നന്നാക്കി വിട്ടോവർ. അഥവാ എല്ലാ കാര്യങ്ങളിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എത്രയോ കാലശേഷം വന്നിട്ടുള്ള ശൈഖ് ജീലാനി അതാ മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാഹു അതിനുള്ള ഒരു കഴിവ്, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന കഴിവ്, ഒരാളുടെ ജീവൻ രണ്ടാമതായിട്ട് ജീവൻ ഇട്ട് കൊടുക്കുക എന്ന കഴിവ്, ആ പ്രവർത്തനം അല്ലാഹു ഒരാളിലേക്കും ഒരു സെക്കൻഡ് നേരത്തേക്കും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അത് സ്വാഭാവികമാണ്. അതാ പരിശുദ്ധ ഖുർആൻ നോക്കൂ മൗലവി. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ അവിടെ പറഞ്ഞിട്ടില്ലേ, വഉഹയിൽ മൗതാ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും കേട്ടോ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു ഖുർആനിലില്ലേ?
അപ്പൊ അത് ഈസാ നബിക്ക് അല്ലാഹ് കഴിവ് കൊടുക്കല്ലേ? അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പുന്നാര നബിക്ക് പോലും അള്ളാഹു മരിച്ചവരെ ഹയാത്താക്കാനുള്ള കഴിവ് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയല്ല, മറിച്ച് ജീവിപ്പിക്കുന്നത് അല്ലാഹ് മാത്രമാണ്. ആ കഴിവ് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതേ അവസരത്തിൽ ഈസാ നബിയിലൂടെ പിന്നെ എന്താ അത്ഭുതം കാണുന്നത്? അതാ മരിച്ചു കിടക്കുന്ന ശവശരീരത്തിന്റെ മയ്യത്തിന്റെ മുമ്പിൽ പോയിട്ട് ഈസാ അലൈഹിസ്സലാം വിളിക്കുന്നു, യാ ഫുലാൻ, എഴുന്നേറ്റ് വരൂ എന്ന് മഹാനായ ഈസാ നബി അങ്ങ് വിളിച്ചാലാണ് അള്ളാഹു അങ്ങ് ജീവനിട്ട് കൊടുക്കുന്നത്. അപ്പൊ വിളി എന്ന കാര്യമാണ് ഈസാ നബിയിൽ നിന്നുണ്ടാകുന്നത്. ജീവനിടിക്കുക എന്നതോ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന പ്രവർത്തനമോ മനുഷ്യന്റെ പ്രവർത്തനത്തിൽ പെട്ടതല്ല, അത് അള്ളയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിക്കുന്ന വേളയിൽ പണ്ഡിതന്മാര് അതാ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ അനുമതി പ്രകാരം എന്നിങ്ങനെ എന്തിനാ ആവർത്തിച്ചു പറയുന്നത് ആ ആയത്തില്ലെന്ന് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാം. ദഫ്അൻ ലിതവഹ്ഹുമിൽ ഉലൂഹിയ, ഉലൂഹിയത്ത് ദിവ്യത്വമുണ്ടെന്ന് ധരിക്കാതിരിക്കാനാണ്. കാരണം ദൈവത്തിന് മാത്രമേ, സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ മരിച്ചവർക്ക് ജീവൻ ഇടിച്ചു കൊടുക്കാൻ കഴിയൂ. ഒരു മരിച്ച ശവത്തിനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവൻ നൽകുക എന്നത് ഒരു മനുഷ്യന്റെയും പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതേ അവസരത്തിൽ ഈസാ നബി വഹയിൽ മൗത്താ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും കേട്ടോ എന്ന് ബീദിനില്ല എന്ന ഉപാധി പറയാതെ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഈസാ നബിയിൽ ഉലൂഹിയത്തുണ്ട്, ഈസാ നബിയിൽ ദിവ്യത്വമുണ്ട്, ഈസാ നബിയിൽ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കാനും അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാനുമാണ് വഹയിൽ മൗത്താ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് പറഞ്ഞത്. ദഫ്അൻ, അത് തടയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ലിതവഹ്ഹുമിൽ ഉലൂഹിയ, ദിവ്യത്വമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തടുക്കാനാണ്. ഇനിയും കേട്ടോളൂ, ഫഇന്നൽ ഇഹ്യാ, കാരണം ഒരു വസ്തുവിനെ ജീവിപ്പിക്കുക എന്നുള്ളത് ലൈസ മിൻ ജിൻസിൽ അഫ്ആലിൽ ബശരിയ, അത് മനുഷ്യ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുടെ വകുപ്പിൽപ്പെട്ടതേ അല്ല, അത് ഖാലിഖായ റബ്ബ് മാത്രം ചെയ്യുന്ന പണിയാണ്. പിന്നെന്താ അവിടെ ഈസാ നബിക്ക് പ്രത്യേകത? ഈസാ നബി വിളിക്കുമ്പോഴേ ആ ശവാണ്ട് എഴുന്നേൽക്കുള്ളൂ. അതാണ് അവിടെയുള്ള മുഅ്ജിസത്ത്, അതാണ് അവിടെയുള്ള മുഅ്ജിസത്ത്. ഏതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗികളെ തടവിയാൽ അന്ധന്റെ അന്ധത്വം സുഖപ്പെട്ടിരുന്നു, വെള്ളപ്പാണ്ട് മാറിയിരുന്നു, കുഷ്ഠം മാറിയിരുന്നു. ഇവിടെ സുഖപ്പെടുത്തുന്നത് ഈസാ നബിയാണോ? അല്ല, ഷാഫി അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻത ഷാഫി, അല്ലാഹുവേ നീയാണ് സുഖപ്പെടുത്തുന്നവൻ. പിന്നെ എന്താ ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം എന്താ ചെയ്യുന്നത്? അതാ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് രോഗിയുടെ ശരീരത്തിൽ തടവുക എന്ന പ്രവൃത്തിയാണ് ഈസാ നബി ചെയ്യുന്നത്. അങ്ങനെ തടവുമ്പോഴേക്ക് സുഖപ്പെടുത്തി കൊടുക്കുന്നത് അള്ളയാണ്, അള്ളയാണ് സുഖപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഈസാ നബി തടവുമ്പോഴാണ് നടക്കുന്നുള്ളൂ. അതാണതിൽ ഈസാ നബിക്കുള്ള മുഅ്ജിസത്തും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കൊരു ഉദാഹരണം പറയുമ്പോ. അപ്പോ ഇവിടെ ശൈഖ് ജീലാനിയെ പറ്റി പറയുമ്പോ ഈ ശൈഖ് ജീലാനിക്ക് ഇതിനില്ല ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ അനുവാദം പോലും വേണ്ടാന്നാ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കഥ നിങ്ങൾ കേട്ടോളൂ. വെറുതെ ആരുടെയെങ്കിലും പേരിൽ കെട്ടിപ്പറയുന്ന കഥയല്ല. റിസാല മാസികയിൽ നിന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ലക്കവും പേജും ഒക്കെ പറഞ്ഞു തരാം. എത്രയാണത്? കൃത്യമായി തന്നെ അതിൽ പറയുന്നു. ആ 992 ഒക്ടോബർ ലക്കം റിസാല മാസികയിൽ കാണാം. ഇത് ശൈഖ് ജീലാനി ഒരു മക്ബറയിൽ പോയിട്ട് ഒരാളെ ഖബറിന്നാണ് വിളിച്ച് നീപ്പിക്കുന്നു. എങ്ങനെ? ബിഇദ്നില്ലെന്നല്ല, ബിഇദ്നി എന്ന് പറഞ്ഞിട്ട് എന്റെ അനുവാദ പ്രകാരം എഴുന്നേൽക്ക്. നോക്കിക്കോളൂ, നിങ്ങൾ ആ കഥ കേട്ടോളൂ. എന്താണ്? ഒരു ക്രിസ്തീയ പുരോഹിതൻ ശൈഖ് ജീലാനിയുമായി ഇപ്രകാരം വാദിച്ചു. ഒരു ക്രിസ്ത്യാനി ശൈഖ് ജീലാനിയുമായിട്ടൊരു സംവാദമുണ്ടായി. അത്രേ. എന്താണ് അയാൾ പറയുന്നത്? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനുമായ മനുഷ്യൻ യേശുദേവനാണ്. അദ്ദേഹം മരിച്ചയാളെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നബി മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് ശൈഖ് ജീലാനിയോട് ക്രിസ്ത്യാനി പുരോഹിതൻ ചോദിക്കുന്നത്. ബുദ്ധിമാനായ ശൈഖ് അവറുകൾ തിരിച്ചടിച്ചു. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ അനുമതി കൊണ്ടാണല്ലോ. അതുകൊണ്ട്
എന്റെ ആയതുകൊണ്ട് എന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ വെറും ഒരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചാൽ എന്റെ പ്രവാചകനാണ് ലോകത്തിലെ അത്യുന്നത വ്യക്തി എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? പുരോഹിതൻ സമ്മതിച്ചു. രണ്ടുപേരും കൂടി ശവപ്പറമ്പിലേക്ക് പോയി. ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ഖബർ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇയാളെ ജീവിപ്പിക്കണം. ഉടൻ ജീലാനി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫുലാൻ ഖും ബിഇദ്നി, ഓ മനുഷ്യ എഴുന്നേൽക്കൂ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ല എന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്കൂ. ഈസാ നബി മരിച്ചോരെ ജീവിപ്പിച്ചു എന്ന് ഖുർആനിൽ പറയുന്ന ബി ഇതിനില്ലല്ലേ? എന്നാ ഞാൻ എന്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ച് കാണിച്ചു തരാനാണ് ഷെയ്ഖ് പറഞ്ഞത്. മഅദല്ലാഹ്, അങ്ങനെ ഷെയ്ഖ് ജീലാനി പറയൂല. ഷെയ്ഖ് ജീലാനി പറയൂല. ഇവരുടെ കഥകളിലുള്ളതായി വായിക്കുന്നത്. എന്നിട്ടോ തൽസമയം ഖബർ പൊട്ടിപ്പിളർന്നു, അകത്തുള്ളയാൾ പുറത്തു വന്നു. പുരോഹിതൻ സത്യം ബോധ്യമായതിനാൽ അന്ത്യപ്രവാചകന്റെ പദവിയും വ്യക്തിത്വവും അദ്ദേഹം അംഗീകരിച്ചു. ശേഷം ഉയർത്തെഴുന്നേറ്റയാളെ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഷെയ്ഖ് മടക്കി. ഇത് ഷെയ്ഖിന്റെ കറാമത്തുകളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇത് കാര്യം തന്നെ സുന്നത്ത് മാസികയുടെ 1987 ഡിസംബർ ലക്കത്തിലും ഇതേ കഥ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറയുമ്പോ ഉടനെ പറയുന്നു ബി ഇതിനില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ് കേട്ടോ. അതേ അവസരത്തിൽ ജീലാനി പറയാണ് ഖും ബി ഇതിനി, എന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്കൂ. നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകനുള്ള സ്ഥാനത്തേക്കാൾ അപ്പുറമുള്ള ഒരു സ്ഥാനം അവകാശപ്പെടുകയാണ്. ആ നിലക്ക് ചെയ്തു എന്ന് അവകാശപ്പെടുകയാണ്. സഹോദര, ഇതെങ്ങനെ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇരുസംബദ്ധമായിട്ടുള്ള പരാമർശങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് ഇതിൽ പറയുന്ന മറ്റൊരു കറാമത്ത്? ഇനി വേറൊരു കറാമത്ത് പറയുന്നത് എന്താ? ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറുങ്ങൾ നിന്നത് നീക്കിച്ച് വെച്ചോവർ. ഖബറകത്തുസ്താദ കുറവാക്കി കണ്ടാരേ, ഖബറുങ്ങൾ നിന്നത് നീക്കിച്ചു വെച്ചോവർ. ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോണ്ട. അതുകൊണ്ട് വിശദീകരണകർത്താവ് വ്യാഖ്യാനിച്ച കഥ എന്താണ്, അതിന്റെ സബബുന്നുസൂൽ എന്നൊക്കെ ഒന്ന് പഠിച്ചോളി. ഒരായത്തിറങ്ങാനൊരു സബബുന്നുസൂൽ ഉണ്ടാവുമല്ലോ, ഒരു അവതരണ പശ്ചാത്തലം. അതേപോലെ ഈ വരികൾ ഇറങ്ങാൻ, ഈ വരികൾ എഴുതാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട് പോലും. അത് ഈ പുസ്തകത്തിൽ ഇതിന്റെ 289 പേജിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഖബറിൽ പ്രശ്ന പരിഹാരം എന്താണ്? ഉസ്താദിന്റെ ഖബർ സന്ദർശിക്കാൻ എത്തിയ ശൈഖ് അവറുകൾ ഖബറിൽ ഉസ്താദിനുള്ള ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുത്തു. ഉസ്താദ് ഭയങ്കര ഇടങ്ങേറിലിരുന്നു ഖബറിൽ. അത് ശിഷ്യനാണ് ചെന്ന് നേരിട്ട് ഇടപെട്ട് സംഗതിയാണ് ശരിയാക്കി കൊടുത്തു. എന്താ ഇതിന്റെ അവതരണ പശ്ചാത്തലം കേട്ടോളി. കഥ പറയുമ്പോ നുണയാണ് എന്ന് ആർക്കെങ്കിലും തോന്നാതിരിക്കാൻ കൃത്യ ഡേറ്റ് ഒക്കെ പറയട്ടോ. കേട്ടിട്ട് ആരും അന്തം വിടൊന്നും വേണ്ട. എങ്ങനെ ഇത്ര കൃത്യം? സാധാരണ ചില ആളുകൾ പറയാറുണ്ട്, നുണയാണെങ്കിൽ ഇപ്പൊ ഓനൊരു 1000-600 രൂപ 700 രൂപ എന്നൊക്കെയാണ് പറഞ്ഞാൽ പോലെ. അപ്പൊ ഓൻ കൃത്യമായിട്ട് എന്റെ അടുത്ത് വാങ്ങിയത് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ അവന് എനിക്ക് അവൻ തരാൻ, ഞാൻ അവന് കൊടുക്കാനുള്ളത് തന്നെ ആയതുകൊണ്ടല്ലേ 581 രൂപ 67 പൈസ എന്നൊക്കെ പറയണത്. അതതിന്റെ ഒരു ട്രിക്കാണ്. അത് ഈ കാര്യത്തിലുള്ള ഒരു സൂത്രാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിലൊക്കെ കൃത്യ ഡേറ്റ് ഒക്കെ കാണുമ്പോ ഒരു മൗലവി ഇതൊക്കെ പിന്നെ എങ്ങനെ നമ്മൾ ഈ നിഷേധിക്കുക? ഷെയ്ഖ് അബുൽ ഹസൻ ബഗ്ദാദി പറയുന്നു, നീളുള്ള പേരുണ്ടാവട്ടോ. ഹിജ്റ 529 ദുൽഹിജ്ജ 27 ബുധനാഴ്ച. എന്താ കൃത്യം? അതാ ഞാൻ പറഞ്ഞത്, ബുധനാഴ്ച. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അരി ജീലാനി ഷൂനീസ് ഖബർസ്ഥാൻ സന്ദർശിച്ചു. ഒരു ചെറിയൊരു കഥയാണ്, ശ്രദ്ധിച്ചിരുന്നോളി. തന്റെ കൂടെ ധാരാളം പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമുണ്ട്. ഏത് ഖബർസ്ഥാനാ സന്ദർശിച്ചത്? ഷൂനീസ് ഖബർസ്ഥാൻ സന്ദർശിച്ചു. ജീലാനി ഉണ്ട്, കുറെ പണ്ഡിതന്മാരുണ്ട്, സൂഫി വര്യന്മാരുണ്ട്. ശൈഖ് അവറുകൾ തന്റെ ഉസ്താദ് ഹമ്മാദിന്റെ ഖബറിനരികിൽ കൂടുതൽ സമയം നിന്നു. അപ്പൊ ആ മഖബറയിലാണ് ഉസ്താദായ ഹമ്മാദിന്റെ, അവരുടെ ഉസ്താദ് ഹമ്മാദ് എന്നോ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് ഹമ്മാദ്. ആ ഹമ്മാദിന്റെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ ശൈഖ് കുറെ നേരം കൂടുതൽ നിന്നു. ജനങ്ങൾ തന്റെ പിന്നിലും നിന്നു. ശേഷം അദ്ദേഹം ഖബറിങ്ങിൽ നിന്ന് പോന്നു. തന്റെ മുഖത്ത് സന്തോഷം വ്യക്തമായിരുന്നു.
ഖബറിങ്ങിൽ ഇത്രയും സമയം നിൽക്കാൻ കാരണമെന്തെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. എന്തേ നിങ്ങൾ ഇത്ര നേരം ഇപ്പൊ അവിടെ ഇങ്ങനെ ഖബറിങ്ങിൽ നിന്ന്, മാത്രല്ല ആ ഖബറിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോ നിങ്ങളെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ തങ്ങളെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന്റെ കാരണം പറയണം. കൃത്യം കഥ കേട്ടോളൂ. ഹിജ്റ 499 ശഅബാൻ 15 വെള്ളിയാഴ്ച ഞാൻ ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഉസ്താദ് ഹമ്മാദിന്റെ ഒരു കൂട്ടം അനുയായികളുടെ കൂടെയാണ് പുറപ്പെട്ടത്. അപ്പൊ ഷെയ്ഖ് ജീലാനി ഒരിക്കൽ ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടു, ജുമാക്ക് പുറപ്പെട്ടതായിരുന്നു. അപ്പോ ഷെയ്ഖിന്റെ കൂടെ ഉസ്താദായ ഹമ്മാദ് ഉണ്ടായിരുന്നു. പണ്ടത്തെ കഥ പറയണം, ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഹമ്മാദ് ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായ കഥ. അതാണ് സംഭവത്തിലേക്കുള്ള വിരൽ ചൂണ്ടി. അപ്പൊ ഈ ഉസ്താദും ഉണ്ട്, കുറെ ശിഷ്യന്മാരുണ്ട്, ഷെയ്ഖ് ജീലാനി ഉണ്ട്. ഇങ്ങനെ ജുമാക്ക് പോവുകയാണ്. റുസാഫ പള്ളിയിൽ ജുമാ നിസ്കരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഉസ്താദ് ഹമ്മാദ് ഞങ്ങളുടെ കൂടെയുണ്ട്. പോകുന്ന വഴിക്കൊരു പുഴയുണ്ട്, ആ പുഴക്കൊരു പാലമുണ്ട്. പാലത്തിനടുത്തെത്തിയപ്പോൾ ഉസ്താദ് എന്നെ പുഴയിൽ തള്ളിയിട്ടു. അതാ പരിപാടി. ഉസ്താദ് ശിഷ്യനെ നടന്നു പോവാ, പാലത്തുമ്മൽ കൂടി ഷെയ്ഖ് കയറിയ ഒറ്റ തള്ളു. ഷെയ്ഖ് ജീലാനി ഇട്ടും വെള്ളത്തില്. നല്ല തണുപ്പുള്ള സമയമാണ്. പുഴയിൽ വീണപ്പോൾ ഞാൻ പറഞ്ഞു, ജുമുഅയുടെ കുളി ഞാൻ കരുതിയെന്ന്. അപ്പൊ അതിൽ വേറൊരു കഥ, ജുമുഅ കുളിക്കാതെ മൂപ്പര് പുറപ്പെട്ടതൊന്നുമായി. ഇപ്പോഴാ ജുമുഅയുടെ കുളി കരുതുന്നത്. ഷെയ്ഖ് ജീലാനി ആ സുന്നത്തും മനസ്സിലാക്കാത്ത ആളാ. നോക്കണെങ്കിൽ കഥ പറയുമ്പോ ഒരു ചോദ്യമൊന്നുമില്ല. രോമത്തിന്റെ ഒരു ജുബ്ബ ഞാൻ ധരിച്ചിരുന്നു. രോമത്തിന്റെ ജുബ്ബയെ ഞാൻ ധരിച്ചിട്ടുള്ളത്. എന്റെ കയ്യിൽ ഏതാനും കുറിപ്പുകൾ ഉണ്ടായിരുന്നു. എന്തോ എഴുതി കുത്തിയ കടലാസ് കുറിപ്പുകളുണ്ട്. അവ നനയാതിരിക്കാൻ ഞാൻ കൈപൊക്കി പിടിച്ചു. എന്നെ പുഴയിൽ തള്ളി അവർ നടന്നു നീങ്ങി. എന്നെ പുഴയിൽക്കാൻ തള്ളിയിട്ട് ഞാൻ ഷെയ്ഖും മക്കളൊക്കെ പോകുന്നേ. ഞാൻ പുഴയിൽ നിന്ന് കയറി, എന്റെ ജുബ്ബ പിഴിഞ്ഞു. എന്റെ ജുബ്ബക്ക് പിഴിഞ്ഞു. അവരെ പിന്തുടർന്നു. തണുപ്പ് കാരണം എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. നല്ല തണുപ്പുള്ള നേരത്താണ് ഈ വെള്ളത്തിലേക്ക് തള്ളുന്നത്. കൂടെയുള്ള അനുയായികൾ ഉസ്താദിനോട് എന്നെ പറ്റി വിമർശിക്കാൻ ശ്രമിച്ചു. ഉസ്താദ് നിങ്ങളാ ചെയ്ത് ശരിയായില്ലോ, എന്തിനാ വെറുതെ അബ്ദുൽ ഖാദർ ഞങ്ങളാണ് തള്ളിയത്, മോശമായി പോയിട്ടോ, അത് ശരിയായില്ല. പ്രത്യേകിച്ച് ജുമാക്ക് പോണ ഒരു മനുഷ്യന് അത്രയും സമയം പള്ളിയിൽ പോയിരിക്കേണ്ട കൂലി ആ വെള്ളത്തിലായി പോയില്ലേ, അത് ശരിയായില്ലോ. ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. ഉസ്താദ് അവരെ തടഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവനെ തള്ളിയിട്ട് പരിശോധിച്ചതാണ്. ഞാനൊന്ന് പരിശോധിച്ചതാ. എന്തിന്? നിശ്ചലമായ പർവ്വതം പോലെയാണ് അവൻ, കുലുങ്ങൂല, നല്ല മുരീദാന്റേത്, നോക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എന്ന് പരിശോധിച്ചതാണ്. എന്നാൽ ഉസ്താദിനെ, അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇനിയിപ്പോ ശൈഖ് പറയണ്, ഇതാണ് ഇപ്പൊ പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഖബറിൽ പോയി നിന്ന് നോക്കുമ്പോ ഇപ്പൊ ഉസ്താദ് മരിച്ചതിന് ശേഷം, എന്നാൽ ഉസ്താദിനെ ഇപ്പോൾ ഞാൻ ഖബറിൽ കണ്ടു. അദ്ദേഹം മുത്താലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. തലയിൽ മാണിക്യ കിരീടമുണ്ട്, കയ്യിൽ സ്വർണവളകളുണ്ട്, കാലിൽ 2 സ്വർണച്ചെരിപ്പുകളുമുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈക്ക് പക്ഷേ സ്വാധീനമില്ല. മറ്റേ കൈ സ്വാധീനമില്ലാതെ ഖബറിൽ ആടിക്കളിക്കുകയാണ്. വലത്തെ കൈയാകെ പ്രശ്നത്തിലായ ഖബർ. വേറൊരു കുഴപ്പമില്ല, കിരീടുണ്ട്, സ്വർണവളുണ്ട്, സ്വർണ്ണച്ചെരിപ്പുണ്ട്, പട്ടുവസ്ത്രമുണ്ട്. ആള് വളരെ കുട്ടൻ നല്ല പുതിയാപ്പിളായിട്ട ഖബറിൽ. പക്ഷെ കയ്യിന് സ്വാധീനമില്ല. ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, എന്താണ് ശൈഖേ ഈ സ്വാധീനക്കുറവ്, നിങ്ങളെ കൈക്ക് സ്വാധീനക്കുറവ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിപ്പോ നിങ്ങൾ ചോദിക്കരുത്, അപ്പൊ ഇവിടെ പുറത്തുണ്ടോ, എനിക്കൊന്നൊരു വിഷയമില്ലാന്ന്, ഖബറിന്റെ അകത്താണേ, ഇവിടെ പുറത്ത് ഖബറിന് എന്താ പ്രശ്നം. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ കൈ കൊണ്ടാണ് മോനെ നിങ്ങളെ ഞാൻ പണ്ട് പുഴയിൽ തള്ളിയിട്ടത്. വലത്തെ കൈ കൊണ്ടല്ലേ തള്ളിയത്, ആ കയ്യിന് സുഖമില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ അതെനിക്ക് മാപ്പാക്കിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്. അത് മാപ്പാക്കിയിട്ടില്ലേ അബ്ദുൽ ഖാദറെ? പറഞ്ഞു, ഞാൻ മാപ്പാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരിക്കാൻ മാപ്പായിട്ടില്ല എന്നാ തോന്നുന്നത്. എന്നാൽ കയ്യിന്റെ സ്വാധീനം തിരിച്ചു കിട്ടാൻ നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കണം. അങ്ങനെ അക്കാര്യം അള്ളാഹുവോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇത്രയും നിന്നതാണ്. അതാ ഖബറിൽ കൂടുതൽ നേരം നിൽക്കാൻ കാരണം. പഠിച്ചോനെ, എന്റെ ഉസ്താദിന്റെ കൈ ഒരു നേരായി കൊടുക്കണം. അങ്ങനെ ഞാൻ ഇങ്ങനെ ദ്വയർന്നോടന്നിട്ട് 5000 ഔലിയാക്കൾ അവരുടെ ഖബറുകളിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു. ഞാൻ ദുആ ചെയ്യുമ്പോ 5000 ഔലിയാക്കന്മാരെ ഞാൻ ഖബറിൽ കണ്ടു. ഓലൊക്കെ ആമീൻ ആമീൻ എന്ന് ഖബറിൽ അങ്ങനെ പറയണ ഞാൻ കേട്ടു. എന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ അവർ ശുപാർശയും ചെയ്തു. ആ 5000 ഔലിയാക്കൾ അള്ളാഹുവിനോട് റെക്കമെൻഡും പറയുന്നുണ്ട്, ശൈഖ് അബ്ദുൽ ഖാദറിന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ പഠിച്ചോനേന്ന്. ഒരു ആമീൻ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോട് റെക്കമെൻഡും പറയുന്നുണ്ട്.
തുടർന്ന് ഇതേ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്താദിന്റെ കൈക്ക് സ്വാധീനം തിരിച്ചു കൊടുത്തു. ആ കൈ കൊണ്ട് ഉസ്താദ് എന്നെ ഹസ്തദാനം ചെയ്തു. ഉസ്താദ് പൂർണ്ണമായി സംതൃപ്തനായി. അങ്ങനെയാണ് കഥ. അങ്ങനെ സംതൃപ്തനായി കൈയൊക്കെ വലിച്ചു, പ്രശ്നമൊന്നുമില്ല, ഒരു മടങ്ങിപ്പോന്നു. ശരി, നാട്ടുകാരോട് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കട്ടെ. ഈ സംഭവം ബഗ്ദാദിൽ പ്രചരിച്ചപ്പോൾ ശൈഖ് ഹമ്മാദിന്റെ ബഗ്ദാദുകാരായ അനുയായികൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ശൈഖ് അവറുകളെ സമീപിച്ചു. അങ്ങനെ ഉണ്ടായോ? ഹമ്മാദിന്റെ മറ്റ് ശിഷ്യന്മാർക്ക് സംശയം, നമ്മൾ ഉസ്താദ് ഖബറിൽ കൈക്ക് സ്വാധീനമില്ലാതെ ശൈഖ് ജീലാനി ശേഖരിപ്പെടുത്തുന്നു, അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, അതൊന്ന് അന്വേഷിക്കുന്ന വേണം, ഒന്ന് പരിശോധിക്കുന്ന വേണം എന്ന് നാട്ടിലാകെ ചർച്ച. ബഗ്ദാദിലെ ശൈഖ് അവറുകളുടെ മദ്രസയിലേക്കാണ് അവർ വന്നത്. ശൈഖ് ജീലാനിയുടെ മദ്രസയിലേക്ക് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് വിശ്വസിക്കാൻ കഴിയില്ല, അത് എന്തായാലും അത് എന്തും പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അവർ അടുത്തു വന്നെങ്കിലും ശൈഖിനെ വന്നിച്ചതിനാൽ ആരും ഒന്നും മിണ്ടിയില്ല. ജീലാനിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ചോദിക്കാനും ഒരു മടിയോ, ചോദിക്കാൻ വലിയ ആവേശത്തിലാണ് ചെന്നത്, ചോദിക്കാനും മടി. അപ്പോൾ ശൈഖ് അവറുകൾ അവരുടെ കാര്യം ഇങ്ങോട്ട് ചർച്ചക്കിട്ടു. കാരണം കൽബകം വായിക്കുന്ന ആളല്ലേ, പറയുന്നും വേണ്ടല്ലോ. ഇറങ്ങിയപ്പോ തന്നെ മനസ്സിലേക്കാണ് എന്തിനാ വന്നത്, നിങ്ങൾ ഇന്നതിനല്ലേ വന്നത്, അതല്ലേ പ്രശ്നം, നിങ്ങളുടെ പരാതി ഇതല്ലേ, ശരി ഞാൻ പരിഹരിച്ചു തരാം. ആ കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേരെ തെരഞ്ഞെടുക്കാൻ ശൈഖ് അവറുകൾ അവരോട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടാളെ തെരഞ്ഞെടുത്തോളി, എന്നിട്ടൊന്ന് ഖബറിൽക്കൊന്ന് പോയിട്ട് രണ്ടാളും എന്നിട്ട് പരിശോധിച്ച് വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടാളെ തെരഞ്ഞെടുത്തോളി. അങ്ങനെ അവർ ശൈഖ് അബൂ യഅഖൂബ് യൂസുഫിനെയും ശൈഖ് അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ കുർദിയെയും തെരഞ്ഞെടുത്തു. ഇവർ രണ്ടുപേരും വലിയ കറാമത്തുകളും പദവികളും ഉള്ളവരായിരുന്നു. വിഷയത്തിന്റെ വിശദീകരണം ഒരാഴ്ചക്കുള്ളിൽ ഇവർ മുഖേന ലഭിക്കണമെന്ന് അവർ ശൈഖ് അവറുകളോട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ സംഭവത്തിന്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂന്ന് ഈ വന്ന ആളുകൾ ശൈഖ് അവറുകളോട് പറഞ്ഞു. ശൈഖ് അവർക്ക് പറഞ്ഞു, ഒരാഴ്ചയൊന്നും വേണ്ടടോ, വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇപ്പൊ പരിഹാരം ഉണ്ടാക്കി തരാം, ഇവിടെ തന്നെ നിൽക്കൂ, വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. എല്ലാവരും ഒരു നിമിഷം തല താഴ്ത്തിയപ്പോഴേക്ക് പെട്ടെന്നതാ മദ്രസയുടെ പുറത്തു കൂടിയവർ അട്ടഹസിക്കുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാളില്ലേ, അതിൽ ഒരാള് ശൈഖ് അബൂ യഅഖൂബ് യൂസുഫ് കാലിൽ ചെരിപ്പില്ലാതെ ഓടി വരുന്നു. അദ്ദേഹം നേരെ മദ്രസയിൽ കടന്നു പറഞ്ഞു, ഇപ്പോൾ ശൈഖ് ഹമ്മാദിനെ എനിക്ക് അല്ലാഹ് കാണിച്ചു തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ മദ്രസയിൽ പോയി അവിടെയുള്ള ആളുകളോട് എന്റെ കാര്യത്തിൽ ശൈഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞത് സത്യമാണെന്ന് പറയണേ. ശൈഖ് യൂസുഫ് ഈ കാര്യം പറഞ്ഞു തീരുന്നേയുള്ളൂ, അതാ വരുന്നു ശൈഖ് അബ്ദുറഹ്മാനുൽ കുർദി. ശൈഖ് യൂസുഫ് പറഞ്ഞ പോലെ ഇദ്ദേഹവും പറഞ്ഞു. ഇതോടെ മദ്രസയിലുള്ള എല്ലാവരും ശൈഖ് അവറുകളോട് ക്ഷമാപണം ചെയ്തു. അതാണ് കഥ. അതാണ് ഖബറകത്തുന്ന് എന്താണ് ഉസ്താദിനെ കുറവാക്കി കണ്ടാരേ, ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരേ, ഖബറുങ്ങൾ നിന്നത് നീക്കിച്ച് വെച്ചോവറി. അതാണ്. നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലുള്ള കഥകളാണ്. ഇവർക്ക് ഇതൊരു വിഷയമല്ല. ഖബറാളികളോട് വരാൻ അങ്ങോട്ട് സംസാരിക്കും, ഖബറാളികൾ ഇങ്ങോട്ട് സംസാരിക്കും, കൈ കൊടുക്കും, പുറത്തേക്ക് ഇറങ്ങി വരും. അതിന് ആളെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണല്ലോ അവരുടെ വിശ്വാസം. ഇവര് മലയാളത്തിൽ തന്നെ എഴുതിവിട്ട കൃതികളിൽ കാണാം, അല്ലാഹുവിന്റെ വലിയകളുടെ ഖബറുകൾ അവരോട് സഹായം ചോദിക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ യഖ്റുജുൽ വലിയു മിൻ ഖബരിഹി, വലിയ തന്നെ ഖബറിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് വയഖ്ലി ബിനഫ്സിഹി ത്വലബാത്ത്, അദ്ദേഹം സ്വന്തം തന്നെ നേരിട്ട് പ്രശ്നത്തിൽ അങ്ങ് ഇടപെട്ടിട്ട് കാര്യം അങ്ങ് കൂട്ടിക്കൊടുക്കുന്നു. ഇത് വിശ്വസിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് പ്രചരിപ്പിക്കുന്ന ഖൗമാ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ഇത് പാടിപ്പറയുന്ന ആളുകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. അവരെ രക്ഷിക്കണ്ടേ നമുക്ക് സഹോദരാ, അവരെ രക്ഷിക്കണ്ടേ നമുക്ക് സഹോദരി. ഇത് നിസ്സാരമായ വിഷയമാണോ? നമ്മുടെ ഈമാനുമായി ബന്ധപ്പെടുന്ന കാര്യമല്ലേ, ആഖിറവുമായി ബന്ധപ്പെടുന്ന വിഷയമല്ലേ, സ്വർഗനരകവുമായി ബന്ധപ്പെടുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഈ വിഷയത്തെ നിസ്സാരമായി കാണാതെ നമ്മൾ ഇതിലെ ഈ ആശയങ്ങൾ, ഈ വിഷലിപ്തമായ വാചകങ്ങളും പദങ്ങളുമൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് എന്തിനു വേണ്ടിയെന്നോ ഈ ശർറ് ജനങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ശർറ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വന്നോ സഹോദരാ, തെറ്റുകളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത ഖുർആനിലേക്ക് വന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇൽമിന്റെ അധ്യാപനങ്ങളിലേക്ക് വന്നോളൂ. സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിലേക്ക് വന്നോളൂ. അതിലൂടെ മാത്രമേ നമുക്ക് മോക്ഷമുള്ളൂ, അതിലൂടെ മാത്രമേ നമുക്ക് മോചനമുള്ളൂ. അതൊക്കെ കൈവടിഞ്ഞിട്ട് പിൽക്കാലത്ത് ആരെയൊക്കെയോ കെട്ടിയുണ്ടാക്കിയ ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെ, ഗദ്യപദ്യങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ ആഖിറം നമുക്ക് നഷ്ടമാണ് കേട്ടോ എന്ന സന്ദേശം അവർക്ക് കൈമാറാൻ നമ്മൾ മടി കാണിക്കരുത്. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെയും അവരുടെയും ആഖിറം സുരക്ഷിതമാക്കാനുള്ള നമ്മുടെ ബാധ്യതയാണത്. ആ ബാധ്യതാ നിർവഹണത്തിൽ ഓരോ വിശ്വാസിയും അണിചേരണം എന്ന് വിനീതമായി ഉള്ളവന് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് സത്യത്തെ നാം സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുക, അസത്യത്തെ അസത്യമാക്കി മനസ്സിലാക്കി തള്ളിക്കളയുക. ഇനിയും ഇതിലെ വരികൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്, വിശദീകരിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ദീനിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല. അത് അല്ലാഹുവേ നീ അറിയുന്നവനാണ്. ഈ പ്രവർത്തനത്തെ നീ കബൂലാക്കണം അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയെങ്കിൽ നീ പൊറുക്കണം റഹ്മാനേ. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിലും അല്ലാഹുവേ നീ തുണയായിട്ടുണ്ടാകണേ. നിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ധീരതയും ഇഖ്ലാസും ആത്മാർത്ഥതയും റബ്ബേ നീ നൽകണേ. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ മോചനം നൽകണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ